ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാനിപ്പോൾ എൻ്റെ റൂമിലല്ല, എൻ്റെ സ്ഥലത്തല്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം അല്ലൈൻക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ അളിയൻ്റെ വില്ലയിലാണ്. രാവിലെ എണീറ്റ് പോയി ചായ ഒക്കെ കുടിച്ച് തിരിച്ചു വന്നതാണ്. ആ ടൈമിൽ മൊബൈലിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ സമയം ഏകദേശം 11 മണിയായി. നല്ല വെയിലാണ്, പുറത്തൊന്നും പോകാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല അടിപൊളി സ്പോട്ടിലൊക്കെ പോകണം, നല്ല വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ വന്നതാണ്. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല വെയിൽ കുറവുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നല്ല വെയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളെ ബായ് വന്നിക്കണ്, ബായ് ക്ലീനിങ്ങിൽ വരാണ്. ഹായ്, आपका नाम क्या है? अलाउद्दीन अलामीन. हाँ, किधर है? ബംഗ്ലാദേശ്. ആ, ഓക്കെ. ബൈ ഇന്ന് രാവിലെ ഇവിടെ ക്ലീനിങ്ങിന് വന്നാണ്. ഇവിടെയൊക്കെ ക്ലീനാക്കി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വില്ല. പിന്നെ ഇവിടെ നമ്മളെ ചെങ്ങായി ഉണ്ട്, ഫാസിൽ ബ്രോ. ഹായ്. ഫാസിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫാസിൽ ഞാൻ 2015 ലാസ്റ്റ് കണ്ടത്. എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്ത്, ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷെ ഇന്നലെ ഇവിടെ വന്ന് അപ്രതീക്ഷിതമായി ഞാൻ അങ്ങനെ ഇവിടെ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ എവിടെയോ നല്ല കണ്ടുപരിചയമുള്ള മുഖം. അപ്പോൾ ഫാസിലിൻ്റെ ഫാദർ ഇവിടെ ഇനി സ്റ്റേ ചെയ്യണ് കുറേ ആയിട്ട്. അപ്പോൾ അങ്ങനെ അവനെ കണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കറങ്ങാനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ വരുമ്പോൾ അവിടെ നമ്മളെ കിച്ചണുണ്ട്. ഞാൻ പണ്ട് വേറൊരു സ്ഥലത്തായിരുന്നു റൂമൊക്കെ. അന്ന് ഇവരൊക്കെ കൂടെ ഒക്കെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അന്നത്തെ അതേ മെനു തന്നെയാണ് ഇവിടെ അല്ലേ? അല്ല ഉസ്താദേ, മെനുവിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇവിടുത്തെ മെനു എന്ന് പറഞ്ഞാൽ അടാറും ഇവിടെ നിന്നിട്ട് ഞാനും കണ്ട് തടിച്ച് കുള്ളനായി. ആ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം. നിങ്ങളെ ഫുഡ് കൊണ്ട് ഞാൻ അന്ന് ആകെ തടിച്ച് കൊഴുത്തി. പിന്നെ ദുബായി പോയിട്ടാണ് മെരിഞ്ഞത്. എന്താണ് നമ്മളെ ഉസ്താദ് ഹംസ അല്ല? ഹംസാക്കാൻ്റെ ബിരിയാണി. അത് ഇന്നെന്താണ്? എന്താ മീൻകറി ചോറുവാ? നമ്മളെ പട്ടാമ്പിക്കാരനാണ്. അപ്പോൾ അതാണ് കഥ. സമയം 11:30 മണിയായിട്ടാണ്. നല്ല ചൂടാണ്. പിന്നെന്താ ഇവിടെ നമ്മുടെ ബഷീർ ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബഷീർ ഖാ ഒരു കണ്ണൂരുകാരനാണ്. കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ള അത് പറയണം. ഏത് മൂവിനെ കുറിച്ച് ചോദിച്ചാലും, ഏത് സീന്, ഏത് ഫൈറ്റ് സീന്, അതേപോലെ ഇൻട്രോ സീന് ഒക്കെ കാണാപ്പാടാണ് ഏത് പടത്തിനെ കുറിച്ച് ചോദിച്ചാലും അല്ലേ? ശരിയല്ലേ അവർക്ക്? ഇത് നമ്മളെ അളിയൻ്റെ ഏട്ടനാണ്, മിസ്റ്റർ ജാബിർ ചാലിയ. ഇത് ഐ വി ഷിയാബ്ക. നമ്മൾ പണ്ട് ഇവിടെ വന്ന ടൈമിലൊക്കെ രാവിലെ കുക്ക് ഉണ്ടാവില്ല ഇവിടെ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ നീച്ച് ദോശയും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി തരും. അതാണ് ഷിയാബ്ക. ഈ ലിവില്ലൻ്റെ മൊത്തം കോർഡിനേറ്ററാണ് ആ നിൽക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് പണിക്കല്ലേ? അതായത് ദുബായിൽ എന്ന് പറയുമ്പോൾ ഫുള്ള് ദുബായ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിക്കും അട്ടിക്കട്ടിക്കിട്ടുള്ള കട്ടിലും എന്തൊക്കെയാണ് കയറാം. പക്ഷേ ഈ അല്ലൈൻ ഭാഗത്ത് വരുമ്പോൾ മിക്ക റൂമിലും ഇങ്ങനെയല്ലേ? ഈ ലേബർ ക്യാമ്പിലൊക്കെ ആവില്ല അട്ടിക്കിട്ട്. അതെ, നിങ്ങൾ ഈ റൂമിലല്ലല്ലോ, നിങ്ങളെ റൂമിലേക്ക് ഞാൻ വരുന്നുണ്ട്. വേണ്ടില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ അല്ലൈനത്തെ കട്ടുകളൊക്കെ എങ്ങനെയാണ്. ആ, മൂപ്പര് മലപ്പുറം കന്മനം, നമ്മളെ കുറച്ചപ്പുറത്ത് തന്നെയാണ്. ഇതിവിടെ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണ്. എൻ്റെ അളിയന് രാവിലെ വർക്കിന് പോയതാണ്. ഓ, ചെരുപ്പൊക്കെ ഞാൻ പുറത്തിട്ടുണ്ട്, നല്ല ചൂടാണ്. എൻ്റെ അളിയന് രാവിലെ വർക്കിന് പോയതാണ്.
ഇതൊക്കെയാണ് ദുബൈത്തെ ഗ്യാസ് കുറ്റി. നീല കളറാണ് കറക്റ്റ്. നാട്ടിൽ ഈ ഗ്യാസ് കുറ്റി ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഇത് നമ്മളെ തബ്ബാക്ക് ഉസ്താദിൻ്റെ സൈക്കിളാണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് പുറം വശം. ഇവിടെ ഓരോ റോഡിലൊക്കെ ഡോറടക്കുക അല്ലെങ്കിൽ പണിയിട്ടു. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇതേപോലത്തെ ഡബ്ബകളുണ്ടാവും. ഇതിലാണ് നമ്മൾ വേസ്റ്റ് കൊണ്ടുവന്നിടുക. പിന്നെ റൂമിൻ്റെ പുറകിലായിട്ട് എന്താ ഇങ്ങനെയൊരു സ്ഥലമുണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലെയൊക്കെ ഇങ്ങനെ ഈ ഭാഗം കാണുമ്പോൾ ഫീൽ ചെയ്യും. ഇതൊരു ചെറിയൊരു കുടിലാണ്. ഇവിടെ ബംഗാളികളൊക്കെ സ്റ്റേ ചെയ്യണ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇതിനുള്ളിലും ആൾ താമസമുണ്ട്. ഈ ബിൽഡിങ് കണ്ടാൽ ഒരു പൊളിഞ്ഞു വീഴാനായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ഇതിനുള്ളിൽ ആൾക്കാർ താമസമുണ്ടെന്ന് പറയുമ്പോഴാണ് ഒരു അത്ഭുതം. അതായത് ചെറിയ AC സിസ്റ്റം ഉണ്ടാ. AC ഉണ്ട് ഇതിനുള്ളിൽ. ഞാൻ കഴിഞ്ഞ തവണ പെരുന്നാളുടെ ടൈമിൽ ഇവിടെ വന്നതാണ്. ഇതിനുള്ളിൽ ആൾ താമസമുണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ തൂങ്ങിക്കെടുക്കുന്നുണ്ടില്ല. ഇത് അവരുടെ ചെറിയ പുറത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കിച്ചൺ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ബാത്തിങ് സിസ്റ്റം അങ്ങനെ എന്തോ ആണിത്. അപ്പോൾ ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്, പഴയ കെട്ടിടങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അല്ലൈനിലാണ്. അല്ലൈൻ എന്ന് പറയുന്നത് നമ്മളെ ദുബായിലുള്ള വേറൊരു ഭാഗം. അതായത് ദുബായിൽ ഷാർജ, അബുദാബി, അല്ലൈൻ, അജ്മാൻ, റാസിൽ ഖൈമ അങ്ങനെ കുറേ തരം തിരിച്ചുള്ള ഒരു നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ജില്ലകൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഓരോരോ എമിറേറ്റ്സുകളാണ്. അതിലുള്ള ഒന്നാണ് ഈ അല്ലൈൻ. അബുദാബിൻ്റെ അണ്ടറിൽ വിടുന്നതാണ് അല്ലൈൻ. ഈ അല്ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പച്ചപ്പും ദുബായിത്തെ പോലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വലിയ ഹൈറ്റുള്ള വലിയ കെട്ടിടങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ ബിൽഡിങ്ങുകൾക്കും ഒരു പരിധി ഉണ്ട്, ഹൈറ്റിനൊക്കെ ഒരു പരിധി ഉണ്ട്. അതിന് മുകളിൽ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊന്നും പോകില്ല. അങ്ങനെയാണ് എൻ്റെ അറിവ്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദുബൈയിലാണ് ഘോര വലുപ്പമുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റുക. ഇന്നിപ്പോൾ ഞായറാഴ്ച തന്നെയാണ്, അതുകൊണ്ടാണ് ഇത്രയും വണ്ടികൾ ഇവിടെയൊക്കെ കിടക്കുന്നത്. കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ ഒരു അല്ലൈൻ മ്യൂസിയം ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ചെറിയ ഫാമുണ്ട്. അവിടേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് സെറ്റപ്പായിട്ടൊന്ന് പോയേക്കണം. അവിടെ നല്ല വെയിലാണ്, അതാണ് പ്രശ്നം. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളി പോവാണ്. ഇവിടെ കറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ആശാനതാ കണ്ണട കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇറങ്ങിയിരിക്കണ്. വെയിലത്ത് കൂളിംഗ് ഗ്ലാസ് ചെയ്യാൻ നടക്കൂല, പ്രൊട്ടക്ഷനാണ്. ഇപ്പം ചൂടില്ലാത്ത ചെരുപ്പ് ഏതാന്ന് തിരഞ്ഞു വെക്കാണ്. ഇതല്ലല്ല ചൂട് എന്ന് പറഞ്ഞാൽ ദുബൈയിലെ ചൂട് അങ്ങനെയാണ്. ചൂട് കൂടിയാൽ നല്ല ചൂടും, ചൂട് കുറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഞാൻ എല്ലാവരും പള്ളിക്ക് പോവാൻ മുന്നിലുള്ള ആളല്ലേ. എന്താ മുതൽ അവിടെ ഒരു ടയോട്ടൻ്റെ പഴയൊരു വണ്ടി എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു GMC എടുക്കുന്നുണ്ട്. സോ നല്ല വെയിലാണ് മുകളിൽ. ഞായറാഴ്ച ആയിട്ട് എല്ലാ വണ്ടികളും പെടുന്നുണ്ട് കേട്ടോ. കുറേ വണ്ടികളൊക്കെ പാർക്കിങ്ങാണ്, കുറേ ലീവ് അവധിയാണ് ഞായറാഴ്ച ആയിട്ട്. ചൂടായതുകൊണ്ട് ഒറ്റ മനുഷ്യന്മാർ പുറത്ത് കാണൂല. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇതാണത്തെ പള്ളി. ഇവിടെ അടുത്തടുത്തായിട്ട് കുറേ പള്ളികളുണ്ട്. പിന്നെ അതെ വേറൊരു സാധനം കാണിച്ചിട്ടില്ല, ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചാൽ ഇവിടെ 2-3 പൂച്ചക്കുട്ടികളുണ്ട്. ഉണ്ടോ പൂച്ചക്കുട്ടികൾ? ഞാൻ പള്ളിയിൽ നിന്നൊക്കെ വന്ന് ആശാന് അലക്കന്മാരും പെരും അലക്കലാണ് ഇവിടെ. ഞായറാഴ്ചയാണ് പ്രവാസികളുടെ അലക്കൽ ഡേ.
അല്ലേ ഇടക്കല്ലേ ഫുഡ് കഴിച്ചാ ഇത് താജിക്ക കണ്ണൂർ കണ്ണൂർ നമ്മുടെ വാസിൽ തട്ടുള്ള പരിപാടിയാണ്. എന്താണ് സ്പെഷ്യൽ? എന്താണ്? മീൻകറിയും പപ്പടം ചോറ്. അപ്പോൾ ചോറിന് ബീട്രൂട്ട് തൈര് ഇട്ടിട്ട് ഉപ്പേരി, പിന്നെ പപ്പടം, പിന്നെ മീൻ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് കറങ്ങാൻ. നമ്മൾ കറങ്ങാനൊക്കെ പ്ലാനിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ക്ലൈമറ്റൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് പിന്നെ ഇറങ്ങി തിരിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മൾ നട്ട ചൂടത്ത്, ഈ പൊരിഞ്ഞ ചൂടത്ത് നമ്മൾ ഇങ്ങൾക്കും വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കുകയാണ്. അല്ലതിൻ്റെ രസകരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാണ്. പോരണ വെറുതെ കറങ്ങാൻ പോരണ. അപ്പോൾ ഞാൻ ഒന്നങ്ങനെ നടന്നു നോക്കട്ടെ. നിങ്ങൾ വിചാരിക്കും ഭ്രാന്താണ്, പക്ഷേ ഞാൻ ഇവിടെ കറങ്ങാൻ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ കറങ്ങിയിട്ടേ പോവുള്ളൂ. സർ ബഷീർ, വെയിലത്ത് കറങ്ങാൻ പോരണോ? നിങ്ങളൊക്കെ ഉറങ്ങി, ഞാൻ ഉറങ്ങാൻ വന്നതല്ലല്ലോ, ഞാൻ കറങ്ങാൻ വന്നതല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാം. ഇവിടെ മൊത്തം എല്ലാവരും ഉറക്കാൻ കേട്ടോ. ചൂടായിട്ട് ഈ നട്ടുച്ചയ്ക്ക് ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഞാൻ വെയിൽ കൊള്ളാൻ തീരുമാനിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ളത് അറ്റത്തേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞത്, സ്ഥലത്തിൻ്റെ പേര് വന്നല്ല, ജാഹിലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ജാഹിലി. നമുക്ക് പോകാനുള്ളത് ആ സൈഡിലേക്കാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അളിയൻ്റെ അനിയൻ്റെ വണ്ടി കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിലും കണ്ട് പോകുന്നു. നല്ല വെയിലുണ്ട്, വെയിലൊന്നും നമുക്ക് വിഷയമല്ല. അങ്ങനെ നമ്മൾ ഒയാസിസിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇതിനുള്ളിൽ മെയിനായിട്ട് ഫുള്ള് ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈത്തപ്പഴം, അതേപോലെ മാങ്ങ, അങ്ങനെ കുറേ കൃഷികൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളിലേക്ക് എൻട്രി ഫ്രീ ആണ്. പിന്നെ അവിടെ കുറച്ച് നമ്മൾ വണ്ടികളൊക്കെ കണ്ടില്ലേ, അതിൽ കയറിയിട്ട് നമുക്ക് ഇവിടെ മൊത്തം കറങ്ങി കാണാൻ പറ്റും. അതിന് 10 ദിർഹം ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ എൻ്റർ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്താ പേര്? യാക്കൂബ്. ഉള്ള പേര് അഷ്റഫ്, അനിൽ. ഇവർ രണ്ടാളും മലപ്പുറംകാരാണെന്ന് പറഞ്ഞ് നമ്മളെ വീഡിയോസൊക്കെ കാണലുണ്ട് പറഞ്ഞ്. ഇത് UP. നിങ്ങൾ ജബലലി അല്ലേ? അപ്പോൾ ജബലലിയിൽ നിന്ന് നിങ്ങൾക്ക് സൺഡേ ലീവാ? നിങ്ങൾ എന്തെല്ലാം വർക്ക് ചെയ്യുന്നു? AC-ൻ്റെ. അപ്പോൾ ഒരു ഇന്ന് ലീവ് ഓഫ് ആയപ്പോൾ അല്ല എനിക്ക് ഇങ്ങോട്ട് കറങ്ങിയത്. അവിടുന്ന് 1.5-2 മണിക്കൂറില്ലേ? ഓക്കെ, ശരി എന്നാൽ കാണാം. അപ്പോൾ അവിടുന്ന് 2.5 മണിക്കൂറോളം ഓടിയിട്ട് ഇവിടെ അല്ലൈനിൽ വന്നാണ്. ഇവിടെ വരുമ്പോൾ ഒരു ഭയങ്കര പീസ്ഫുള്ളാണ് ഈ കാര്യം, ഭയങ്കര സമാധാനമാണ് ഈ കാര്യം. ഒരു തിരക്കും ഒന്നും ഉണ്ടാവില്ല. നല്ല സമാധാനത്തിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ പച്ചപ്പ് ആസ്വദിച്ച് നടക്കാം. അപ്പം നമുക്ക് ഇതിനുള്ളിലേക്ക് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഇത്രയും നേരം നമ്മൾ ഭയങ്കര ചൂടിലാണ് വന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ തണുപ്പൊക്കെ കിടക്കുകയാണ്. തണുപ്പെന്ന് വെച്ചാൽ ഒരു നല്ലൊരു കൂളിങ് വൈബ് ഉണ്ടല്ലേ, അടിപൊളി ഫുൾ തണൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു തണൽ. ഇതിനുള്ളിൽ ഇറങ്ങിയപ്പോൾ നല്ലൊരു കൂളിങ് കിട്ടാം. അവിടെ നല്ല പെരും വെയിലാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചെടികൾക്ക് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തുറന്നു വിടുന്ന ഓടകളാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മഴക്കാലത്ത് വെള്ളം വരുമെന്ന് വരാൻ പറ്റില്ല, കാരണം അതിന് മാത്രം മഴയൊന്നും ഇവിടെ പെയ്യുന്നില്ലല്ലോ. ഇത് ഫുള്ള്
ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളാണ്. നമ്മളെ നാട്ടിൽ തെങ്ങിൻ തോപ്പിലൊക്കെ പോയപ്പോൾ ഒരു ഫീലിംഗ് കിട്ടാ. ഈത്തപ്പഴമൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ ഈത്തപ്പഴമുണ്ട്. അടിപൊളി. ഒരു ആളും മനുഷ്യനും ഒരു സൗണ്ടൊന്നുമില്ല, ഓൺലി നാച്ചുറൽ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കയറിയപ്പോൾ എനിക്ക് നമ്മളെ കേരളത്തിലെത്തിയ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. നമ്മളെ നാട്ടും പുറത്ത് നമ്മളെ ഒരു പാടത്തിൻ്റെ അടുത്തുള്ള ഒരു തോട്ടത്തിൽ പോയ ഒരു ഫീലിംഗാണ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇതാ അവിടെ ഒരു മാവിൻ്റെ തൈയുണ്ട്, അതുപോലെ ഒരുപാട് പനമരങ്ങളുണ്ട്. നമ്മൾ ഒരു തെങ്ങിൻ തോപ്പിൽ ഒരു തോട്ടത്തിലൊക്കെ, തോട്ടം തന്നെ നമ്മളെ നാട്ടിൽ പാടത്തിൻ്റെ അടുത്തുള്ള തോട്ടത്തിൽ നിൽക്കുന്ന ഒരു ഫീലിംഗാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഒരു മനുഷ്യനുമില്ല കേട്ടോ അവിടെ, ഫുൾ സൈലൻറ്റ്. ഇത് നമ്മളെ നാരങ്ങൻ്റെ മരാൻ തോന്നുന്നുണ്ട്. എൻ്റെ ഇലയൊക്കെ കണ്ടിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മുള്ളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ അവിടെ ഒരു വാഴയുണ്ട്, വാഴ. അവിടെയൊക്കെ ഒരുപാട് വാഴ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു മാവുണ്ട്. ഈത്തപ്പഴമൊക്കെ വീണെടുക്കുന്നുണ്ടോ? ഫ്രഷ് ഈത്തപ്പഴം, പക്ഷേ ചെളിയായിട്ടുണ്ട്. അപ്പോൾ ദുബായിലുള്ളവർ, യു എയിലുള്ളവർ ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ ഇവിടെ ഒന്ന് വരിക. നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇതാ 2-3 വാഴകളൊക്കെ ഉണ്ട്. വാഴകൾ നമുക്ക് കണ്ടില്ലേ? വാഴകൾക്ക് നടുവിൽ ഒരു വാഴ ഒറ്റയ്ക്ക് മൊബൈലും പിടിച്ച് നടക്കുന്നു. ഇതൊക്കെ അടിപൊളിയിട്ട്. അതൊക്കെ പനമരം തന്നെ, നല്ല തടിയുണ്ട് കേട്ടോ. പക്ഷെ പനമരം ഈത്തപ്പഴത്തിൻ്റെ എന്താ അതിൻ്റെ മുകളിലൊക്കെ ഈത്തപ്പഴമൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാഴ്ചകളുണ്ട്, നമുക്ക് നോക്കാം. എന്താ ഞാനിങ്ങനെ പോകുന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു നാരങ്ങ മരം, നമ്മൾ നേരത്തെ കണ്ട മരം നാരങ്ങ മരമാണ്. അതുപോലെ ഇതിമേലൊരു നാരങ്ങ നിൽക്കുന്നുണ്ട്. എന്താ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അവരെ കൂടെ ഉള്ളതാണ്. നിങ്ങളുടെ പേരെന്താണ്? റഷീദ്. നിങ്ങൾ അവരെ ബോസാണ്, അതോ അവരെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്? മൂപ്പരും നമ്മളെ തിരൂര് പുതിയങ്ങാടി കാരത്തൂരുള്ളതാണ്. ഒക്കെ നമ്മളെ നാട്ടുകാരാണ്. എവിടെ പോയാലും മലപ്പുറംകാരൻ. ഇതവിടെയൊക്കെ ഈത്തപ്പഴം നല്ലോണം നിൽക്കുന്നുണ്ട്. കുറച്ചുകൊണ്ട് പോയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ നീങ്ങി നോക്കാം. എന്താ ഇതിൻ്റെ അറ്റത്തൊക്കെ അവിടെയൊക്കെ നാരങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടോ അതൊക്കെ 2, 3, 4, 5, 6 നാരങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അതിനുള്ളിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരുപാട് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങോട്ട് ഒരുപാട് റോഡുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ 10 ദിർഹത്തിൻ്റെ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ഒരുപാട് ചുറ്റിക്കറങ്ങി കാണാം. പിന്നെ പതുക്കെ ഇങ്ങനെ നടന്ന് ആസ്വദിച്ച് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോവാം. കമ്പനിക്ക് ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇവിടെ നിന്ന് എന്തോ ഒരു വണ്ടി വരുന്നുണ്ട്, സൈക്കിളാണ്. ഇവിടുത്തെ ജോലിക്കാരനാന്ന് തോന്നുന്നുണ്ട്. എന്താ നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു വലിയൊരു മാവ് കാണുന്നുണ്ട്. അതിമേ മാങ്ങ ഒന്നും കാണുന്നില്ല, പക്ഷെ അടിപൊളി മാവാണ്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. ഇതിന് ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിലെ ഇതിൽ കൂടി വെള്ളം വരുന്നുണ്ടാവുക. ഇതൊരു ചെറിയ അടിപൊളി പള്ളി ഇട്ടാ, ഒരു പണ്ടത്തെ മോഡൽ പള്ളി ഇല്ലല്ലേ? ഇതാ നിങ്ങൾ പറഞ്ഞത് വെള്ളം ചാടുന്നത്? അത് ശരി. അവിടെ മോട്ടർ അടിച്ച് വിടുന്ന അല്ലേ? സ്റ്റെപ്പ് മേലേക്ക് ഇങ്ങനെ കയറുമല്ലേ? ഇതവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയിലുള്ളിൽ ആളൊക്കെ ഉണ്ട്, പള്ളി പരിപാലിക്കാനൊരാളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതവർ പോവാ. നിങ്ങൾ പോകാനല്ല? ഓക്കെ, എന്നാൽ കാണാം. ഓക്കെ, ശരി എന്നാൽ.
അപ്പോൾ നടന്ന് നമ്മൾ ഒരു അറ്റത്തെത്തിയിട്ടുണ്ട്. മുമ്പൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം കരുതിയത് നാച്ചുറലാണെന്നാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് മൂപ്പര് പറഞ്ഞത്, അതായത് അവിടുന്ന് മോട്ടറിൽ വെള്ളം അടിച്ചിട്ട് വിടുന്നതാണ്. എന്തായാലും അത് കാണാൻ പറ്റിയില്ല. അവിടെ ഒരു വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി പോകാം. ഇവിടെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ മീനില്ല. മീനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളിച്ചേനെ. ഇവിടെ മീൻ ഇല്ലാതിരിക്കാൻ കാരണം എപ്പോഴും ഇവിടെ വെള്ളം തുറന്നിടില്ല. അതുകൊണ്ട് മീനുകളെ ഇടാത്തതായിരിക്കാം, അതാണെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ ചെറുതായിട്ട് വെള്ളം തുറന്നിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിൽ കൂടി പോയാൽ അടിപൊളി. അതിനുള്ളിൽ കുറേ എന്തൊക്കെയോ മീനുണ്ട്. എനിക്ക് തോന്നുന്നു തവളപ്പൊട്ടന്മാർ. അതെ, തവളപ്പൊട്ടൻ. നമ്മളെ മലപ്പുറത്തൊക്കെ നമ്മൾ ഈ തവളൻ്റെ കുഞ്ഞിനെ തവളപ്പൊട്ടൻ എന്ന് പറയും. ഇത് കാണുന്നുണ്ട്, കണ്ട തവളപ്പൊട്ടൻ. പണ്ട് ചെറിയ പ്രായത്തിലൊക്കെ പാടത്തൊക്കെ പോയിട്ട് ഈ തവളപ്പൊട്ടനെ പിടിച്ചുകൊണ്ടിരും. എന്നിട്ട് മീനാണെന്നും പറഞ്ഞിട്ട് വളർത്തും. ഈ തവളപ്പൊട്ടൻ കാണുമ്പോൾ ഈ ചെറിയ വീതിയൊക്കെ ആയി കുറച്ച് വലുപ്പം വെക്കുമ്പോൾ നമുക്ക് കോട്ടി, കടു, അങ്ങനത്തെ കുറേ മീനുണ്ട്. നമ്മൾക്ക് അങ്ങനെ നമ്മളെ നാട്ടിൽ കൂട്ടി, കടു എന്നൊക്കെ പറയും. ഈ മുഷി ഉണ്ടല്ലോ, അതേപോലത്തെയൊക്കെ ഒരു ഷേപ്പായി വരും ഈ തവളപ്പൊട്ടൻ കുറച്ചും കൂടി വലുതായാൽ. അപ്പോൾ നമ്മൾ അതാന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ബക്കറ്റിലിടും. കുറച്ച് കഴിയുമ്പോൾ അതിന് കയ്യും കാലൊക്കെ വരും. അപ്പോഴാണ് അറിയാം അത് തവളയാണെന്ന്. അതൊക്കെ ഒരു കാലം സംഭവം. ഇതവിടെ ഒന്നും ആരും കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു വണ്ടി നേരത്തെ ഒച്ചപ്പാടൊക്കെ കേട്ടിന്ന്. അടിപൊളി. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം. ഇതൊരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ കാണാം. ബൈ.